आप आशीर्वाद के शब्द बोलेंगे। പപ്പ പറഞ്ഞു മോനെ പ്രസംഗം തീരുമ്പോൾ ആശീർവാദം പറഞ്ഞിരിക്കുന്നു. पापा ने बोला जब प्रचार खत्म होगा तब आशीर्वाद का शब्द भी बोलेंगे। പ്രസംഗം എപ്പോ തീരുമെന്ന് വീണ്ടും ചോദിച്ചു. तो उन्होंने फिर से पूछा कि മോനെ प्रचार ആശീർവാദം कब? പറയുന്നതിന് മുമ്പ് പ്രസംഗം തീർത്തിരിക്കുന്നു. आशीर्वाद बोलने से पहले प्रचार खत्म करूंगा। അതുകൊണ്ട് ആ ചിന്തയിൽ ഇരിക്കുന്നവരോട് എനിക്ക് പറയാം അത്രേ ഉള്ളൂ. ആശീർവാദം പറഞ്ഞോ പ്രസംഗം നിർത്തിയിരിക്കും. आशीर्वाद के Praise the शब्द Lord. बोलने से पहले प्रचार खत्म करूंगा। Praise the Lord. സ്തോത്രവും പറ. Praise the Lord. Hallelujah. എനിക്കത് പ്രസംഗിക്കാൻ നിൽക്കാൻ വേണ്ട കഴിവില്ല. 1.5 കാലേ ഉള്ളൂ. मैं ज्यादा प्रचार करने के लिए ज्यादा खड़ा होने का मुझे हमें क्षमता नहीं है क्योंकि मेरे 1.5 पाँव ही हैं। Praise the Lord. Praise the Lord. Hallelujah. ബഹുമാനിദാസൻ ഡോക്ടർ അലക്സ് എബ്രഹാം അവർക്ക് പ്രത്യേകം നന്ദി. प्रभु के आदरणीय दास डॉक्टर अलेक्स अब्राहम जी को विशेष करके धन्यवाद। എന്റെ കൂട്ട് ദാസനായിരിക്കുന്ന എന്റെ സ്നേഹിതനായിരിക്കുന്ന എന്റെ സഹോദരനായിരിക്കുന്ന ഷാജി എബ്രഹാമിന് പ്രത്യേകം मेरे നന്ദി. सहकर्मी मित्र मेरे भाई Praise the Lord. शाजी पास्टर को धन्यवाद। എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. धन्यवाद। Praise the Lord. Hallelujah. ഞാൻ Hallelujah. പറയാൻ ആഗ്രഹിച്ച ഒരു ചെറിയ സന്ദേശമാണ്. मैं एक छोटे से संदेश आपको देना നമ്മുടെ चाहता ഇന്നത്തെ हूँ। ഈ സെക്ഷന്റെ മുഖ്യ വിഷയം പ്രയർ എന്നുള്ളതാണ്. आज के हमें इस सभा का मुख्य विषय है प्रार्थना। ധാരാളം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. हम बहुत प्रार्थना में समय भी बिताया। എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. परंतु आज मैं आपको एक बात याद दिलाने के लिए यहाँ खड़ा हूँ। യാബേസ് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചൊക്കെയും ദൈവം याबेस ने प्रार्थना किया, जो कुछ उसने मांगा सब कुछ उसको दिया। അവൻ പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം जो നൽകി. कुछ उसने मांगा प्रभु ने दिया। വിശ്വാസമുള്ള ഒരു സ്വതന്ത്രം പറഞ്ഞാണ്. आगे विश्वास करते तो धन्यवाद करें। നല്ല കാര്യം തന്നെയാണ്. ये अच्छी बात है। എന്നാൽ നേരെ തിരിച്ചോടെയാണ് ഒരു കാര്യം मैं പറയാം. एक और बात कहना चाहता हूँ। നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത എന്തെങ്കിലും അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? क्या हमारे जीवन में ऐसा अनुभव है जिसमें प्रभु हमारी प्रार्थना नहीं सुनते हैं? കാരണം ദേവദാസം പറയുന്നത് അങ്ങനെയാണ്. क्योंकि प्रभु का वचन इस बात को सिखाते എന്റെ हैं। ആലയം പ്രാർത്ഥനാലയം. प्रभु का वचन कहता मेरा मंदिर प्रार्थना का भवन कहलाएगा। ഗുഹയാക്കി തീർത്തു. तुमने उसको चोर की गुफा में बना दिया। 1:15 इങ്ങനെ പറയുന്നു. ऐसे 1:15 में इस प्रकार हम पढ़ते हैं, जितने भी मांगो मैं नहीं सुनूंगा। നിരാശപ്പെടുത്താൻ വേണ്ടി പറയല്ല. मैं आपको निराश नहीं कर रहा। ശോധന ചെയ്യാൻ വേണ്ടി हम പറയുന്നതാണ്. अपने आप को जांचे उसके लिए कह രാവിലെ रहा മുതൽ हूँ। വൈകുന്നേരം വരെ हम പ്രാർത്ഥിച്ചു. सुबह से अभी तक प्रार्थना किया। ഞാനും പ്രാർത്ഥിച്ചു. मैंने भी प्रार्थना നമ്മൾ किया। എല്ലാവരും हम പ്രാർത്ഥിച്ചു. सबने प्रार्थना എന്റെ किया। ഒരേ ഒരു ആഗ്രഹം मेरे एक ही इच्छा है, പ്രാർത്ഥിച്ചൊക്കെയും ദൈവം हम നൽകി सबने തരട്ടെ. जो मांगा वो परमेश्वर Praise दे। the Lord. Hallelujah. അപ്പോൾ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് अभी हमें ചിന്തിക്കുക. जांचना है कि कोई कमी है क्या। ഏലിയാവ് പ്രാർത്ഥിച്ചു. एलिया ने प्रार्थना किया। ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. एलिया ने प्रार्थना की इस प्रकार, യഹോവേ അരുളി ചെയ്യണമേ. हे प्रभु अपने वचन दे, ഞാൻ നിന്റെ ദാസനാണ്. मैं तेरा दास हूँ। ഞാൻ ഈ ചെയ്യുന്നതൊക്കെയും നിന്റെ വചനപ്രകാരമായിരിക്കണമേ. मैं जो कुछ कर रहा हूँ तेरे वचन के अनुसार होने Praise पाए। the Lord. प्रभु का ഇത് धन्यवाद। പറയാൻ കാരണം എന്താണ്? ये कहने का कारण क्या है? ഈ അവസ്ഥ ആ വിധത്തിലായിരുന്നു. हमें उस समय की स्थिति इस तरह ജീവനുള്ള था। ദൈവത്തെ ഭയമില്ലാതെ, जीवित परमेश्वर से ना डरने ജീവനുള്ള वाला, ദൈവത്തിൽ ആശ്രയിക്കാതെ, जीवित परमेश्वर पर भरोसा न करने ദൈവവചനത്തിന് വില वाला, കൊടുക്കാതെ परमेश्वर के वचन को इज्जत न ഒരു देने മനുഷ്യൻ वाला। അങ്ങനെ ജീവിക്കുമ്പോൾ, लोग जब ऐसे जी रहे അത് हैं, ആ വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, वो लोग इस तरह प्रार्थना कर रहे हैं। ഏലിയാവ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് तब एलिया प्रार्थना करने से തിരിഞ്ഞു पहले കിടന്ന യാഗപീഠം अपने പുതുക്കപ്പെടുന്നു. गिरे हुए उस वेदी को बनाया। Praise the Lord. Hallelujah. രണ്ട് ഏലിയാവിന്റെ പ്രാർത്ഥനയെ കാണുന്ന മറ്റൊരു കാര്യം, दूसरा एलिया की प्रार्थना में एक और बात हम देखते ഏലിയാവ് हैं। ഇങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചത്. एलिया इस प्रकार ഞാൻ प्रार्थना നിന്റെ किया, ദാസനാണ്. मैं तेरा दास हूँ, ഞാൻ ചെയ്യുന്നതൊക്കെ നിന്റെ मैं വചനപ്രകാരം. ये सब कुछ तेरे वचन के अनुसार कर रहा हूँ। മൂന്നാമത്തെ കാര്യം, तीसरी बात, യഹോവേ, നീ ദൈവം, हे प्रभु तू परमेश्वर ഞാൻ है, നിന്റെ ദാസൻ. मैं तेरा दास हूँ। Praise the Lord. आमीन। Praise the Lord. Amen. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കേണ്ട കാര്യമാണ്. प्रार्थना करने वाले ये बात याद रखें, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ദാസന്മാരാണ്. सब परमेश्वर के दास हैं, ദൈവത്തിന്റെ ജനമാണ്. परमेश्वर की प्रजा है। അവനാണ് ദൈവം. वही परमेश्वर അവനാണ് है, മറുപടി തരേണ്ടവൻ. वही उत्तर देने वाला അവനാണ് है, പ്രാർത്ഥനയ്ക്ക് ഉത്തരം वही തരേണ്ടവൻ. प्रार्थना सुनने वाला है। അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. हमें देखना है कि उसके विरोध में कोई बात हमारे जीवन में ना യാക്കോബിനെ हो। ഇങ്ങനെ വായിക്കുന്നു. याकूब की पत्र इस प्रकार He कहते हैं, prayed again. हमें उसने फिर से प्रार्थना Praise the किया। Lord. हमें അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. उसने फिर से प्रार्थना പ്രാർത്ഥിക്കുന്ന किया। ദൈവമക്കളെ, प्रार्थना करने वाले ഒന്ന് प्रिय പ്രാർത്ഥിച്ച लोगों, മറുപടി കിട്ടിയെന്നിരിക്കട്ടെ. एक बार
बार शायद आपको उत्तर मिला होगा, പിന്നെ പലരും പ്രാർത്ഥിക്കുകയില്ല. उसके बाद प्रार्थना बंद कर देते हैं। കൊർന്നേലിയസിനെ कुछ इങ്ങനെ വായിക്കുന്നു. कुरनेलियुस के बारे में हम इस प्रकार पढ़ते हैं, ദൈവഭയമുള്ളവൻ, वो परमेश्वर से डरता था, परमेश्वर का भय मानने वाला था, ചെയ്യുന്നവൻ वो हमें अच्छे कर्म करने वाला था, എപ്പോഴും പ്രാർത്ഥിക്കും. हमेशा प्रार्थना करता था, എപ്പോഴും सदा പ്രാർത്ഥിക്കുന്നു. प्रार्थना करता था। Praise the Lord. आमीन। സ്വർഗ്ഗത്തിലെ ദൂതൻ വന്ന് പറയുകയാണ്, स्वर्ग का दूध आकर कहता है, കൊർന്നേലിയോസേ, हे कुरनेलियुस, നിന്റെ പ്രാർത്ഥനയോ तेरी प्रार्थना ധർമ്മമോ और तेरा दान സ്വർഗ്ഗത്തിൽ എത്തിയിരിക്കുന്നു. स्वर्ग में पहुंच गया है। ഒന്നാമത് മുഖ്യമായി പറഞ്ഞത്, तो पहले कहा, അല്ലേ കൊർന്നേലിയോസേ, हे कुरनेलियुस, നിന്റെ ഭക്തിയല്ല, तेरी भक्ति നിന്റെ नहीं, ഭയമല്ല, तेरा भय मानना നിന്റെ नहीं, പൈസയല്ല, तेरा धन नहीं, സ്വർഗ്ഗത്തിൽ എത്തിയത് स्वर्ग में क्या पहुंचा? പ്രാർത്ഥന സ്വർഗ്ഗത്തിലെത്തി. प्रार्थना पहली बार पहुंचा। Praise the Lord. Hallelujah. നമ്മൾ നോക്കി ദൂതനെന്ന് പറയാൻ हमें ഇടയായിത്തീരട്ടെ. देख कर भी परमेश्वर का दूध ये कहने നമ്മുടെ पाए, പ്രാർത്ഥന സ്വർഗ്ഗത്തിൽ हमारी എത്തുവാൻ प्रार्थना स्वर्ग में पहुंचा है। പറയാൻ വന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട്. मैं एक छोटी सी बात कहने के लिए आया हूं। പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരുമെന്ന് വിശ്വസിക്കുക. हमारी प्रार्थना का उत्तर प्रभु देगा, ये हम विश्वास എന്നാൽ करें। എവിടെയെങ്കിലും लेकिन हमें ये देखना നമ്മുടെ है, ജീവിതത്തിൽ किसी भी जगह में हमारे जीवन में, അത് സദസ്യവാക്യം Proverbs chapter 28 verse 9 ഇങ്ങനെ പറയുന്നു, नीति वचन 28 का 9 इस प्रकार कहते हैं, ന്യായപ്രമാണം കേൾക്കാത്തവന്റെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. जो व्यवस्था को नहीं मानते उनकी प्रार्थना से प्रभु घृणा करते हैं। കാരണം എന്താണ്? Amen. ദൈവവചനത്തിന് അവരുടെ ജീവിതത്തിൽ മാന്യതയില്ല. क्योंकि वे परमेश्वर के वचन का इज्जत नहीं करते। യാക്കോബ് വീണ്ടും പറയുന്നു, याकूब फिर से कहता है, സ്വന്തം ഭോഗം ചെലവിടാൻ അവർ വല്ലാതെ യാചിക്കുന്നു. तुम भोग विलासों में हमें बिताने के लिए बुरी इच्छा से मांगते അവർക്ക് हैं, ഒന്നും ലഭിക്കുന്നില്ല. इसलिए तुम्हें कुछ नहीं मिलते। വല്ലാതെ യാചിക്കരുത്. हमें इसलिए बुरी लालसा से ना मांगे, യാചിക്കുന്നത് വചനപ്രകാരം യാചിക്കണം. परमेश्वर के वचन के अनुसार मांगे। സങ്കീർത്തനക്കാരൻ പറയുന്നു, भजनकार इस प्रकार 66, कहते हैं, 18, 19 हमें 66 भजन से 66 भजन से किताब है, ഐസബ് അങ്ങനെ പറയുന്നു, उसके अब उसमें इस प्रकार पढ़ते हैं, ഹൃദയത്തിൽ അകത്തും കരുതിയത് യഹോവ കേൾക്കുകയില്ല. यदि मैंने कोई अपराध अपने हृदय में छिपा रखा होगा, ദാവീദിന് परमेश्वर പറയാൻ नहीं सुनता। സാധിക്കും, യഹോവയുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. परंतु दाऊद कहता है, परमेश्वर ने सुनी है। Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രാർത്ഥിച്ച നമുക്ക് പറയാനിടയായിത്തീരട്ടെ. प्रार्थना करने वाले हम ये कहें, ശുദ്ധ ഹൃദയത്തോടെ, मैंने शुद्ध हृदय के നിർമ്മല साथ, ഹൃദയോടെ, हमें निष्कलंक हृदय के ഈ ഒരു साथ। ദിവസം ആമേൻ. ഇങ്ങനെ വായിക്കുന്നു, अय्यूब 16:17 में पढ़ते हैं, കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണ് ചുമന്നിരിക്കുന്നു. मैंने रो रो कर मेरे आंखें